ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം എന്താണ് ഇന്നലെ എങ്ങനെയുണ്ട് മഴയൊക്കെ ഖത്തറിലുള്ളൊരു കമൻറ്റ് കേട്ടോ. അയ്യോ ഞാൻ ഇതുവരെ ഖത്തറിൽ ഇങ്ങനത്തെ ഒരു മഴ അനുഭവിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളാണെന്ന് വെച്ചാൽ മഴയത്ത് മഴയൊക്കെ സഹിക്കാൻ പറ്റിയ റൈഡിനൊക്കെ പോയപ്പോൾ എന്താ വെള്ളം റോട്ടിൽ നിറച്ചും. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ രാവിലെ നല്ല വെയിൽ കാണാൻ, മഴയുടെ ചെറിയ ചെറിയ ഇത് കാണാണ്ടെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പം ഇന്നലെ ഞങ്ങൾ മഴയത്ത് പോയ ചെറിയ ക്ലിപ്പിംഗ് ഉണ്ട്, ഞങ്ങൾ കണ്ടിട്ട് പോയ അതൊരു ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ മഴ പെയ്തേ, നമ്മൾ ഈ ജനലിൽ കൂടെ നോക്കുമ്പോൾ മഴ പെയ്തതിൻ്റെ ഇങ്ങനെ ലക്ഷണങ്ങളൊക്കെ കാണാണ്ട്. അല്ലാണ്ട് ഇപ്പം ഒന്ന് കണ്ട നല്ല വെയിലാണ്, ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. ഉച്ചക്ക് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു മഴ കേട്ടോ. ഇങ്ങനെ മഴ പെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം പിന്നെ മഴയൊക്കെ അങ്ങോട്ട് പെയ്തപ്പോൾ നമുക്കിങ്ങനെ മഴയത്തൊക്കെ ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നിയിട്ട് അങ്ങനെ മഴയത്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാറൊക്കെ എടുത്ത് ഇറങ്ങിയൊക്കെ കേട്ടോ. ഐബോ ഉറങ്ങി അവനെ കാറിലെടുത്തിട്ട് പോയി നോക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ റോട്ടിൽ മഴ പെയ്തിട്ട്, നമ്മൾ നാട്ടിലൊക്കെ മഴ ഇങ്ങനെ പോകില്ല, ഇതിങ്ങനെ കെട്ടി നിൽക്കുക റോട്ടിൽ ഫുള്ള് വെള്ളവും നല്ല ബ്ലോക്ക് വരുന്നിട്ടാ. മഴ കൊണ്ട് കെട്ടി നിന്നിട്ട് എന്തോ നോക്കുന്നത് റോട്ടിൽ. ഒരു അരമണിക്കൂറാണ് ഒരു ശക്തമായ മഴ പെയ്തിട്ടുള്ളൂ. അപ്പത്തിലുള്ള അവസ്ഥ നോക്കില്ലേ. 2 ദിവസമൊക്കെ പെയ്തെങ്കിൽ പെട്ടിരുന്ന ആൾക്കാർ. പിന്നെ നമ്മൾക്ക് മഴയൊക്കെ അല്ലേ, ചൂടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. അപ്പോൾ നേരെ ഞങ്ങൾ എസ്താനോയാസിസിലുള്ള അബ്ദുഖാൻ തട്ടുകടയൊക്കെ പോയി. ഇവിടുത്തെ ലോഡ് ഫ്രൈസൊക്കെ അടിപൊളിയാണെന്നൊരു കമൻറ്റ് കണ്ടിരുന്നിട്ടാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കട്ട്ലേറ്റും സമൂസൊക്കെ മേടിച്ച് അങ്ങനെ ചൂടുള്ള ചായയും കട്ട്ലേറ്റൊക്കെ തിന്നുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഈ പുറത്തേക്ക് നല്ല മഴയത്ത് നല്ല ഫീലായിരുന്നു. എങ്ങനെയുണ്ട് ഷൂപ്പ? അങ്ങനെ നമ്മൾ ലോഡ് ഫ്രൈസ് വന്ന് കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തിന്നു നോക്കട്ടെ കേട്ടോ. ഇത് കാണുമ്പോൾ തരാം. ഞാൻ ലോഡ് ഫ്രൈസ് എല്ലാം എന്താ പറയുന്നത് അറിയാം, നാട്ടിലത്തെ ലോഡ് ഫ്രൈസ് പോലെയല്ല ചിക്കൻ പൊരിച്ചൊക്കെ ഇട്ടിട്ട്. പക്ഷെ എനിക്ക് നാട്ടിൽ ലോഡ് ഫ്രൈസിൻ്റെ ഒരു ഫീല് കിട്ടില്ല തിന്നപ്പോൾ. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ലോഡ് ഫ്രൈസ് അല്ല, ഒരു ഫ്രൈസും ചിക്കനൊക്കെ കൂടി സംഭവം എന്ന രീതിയിൽ തിന്നാം. അപ്പോൾ നല്ലൊരു സോസൊക്കെ ആയിട്ട് ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ലോഡ് ഫ്രൈസ് അല്ല എന്തായാലും. ബൺ മസ്ക് ഒരു ബൈറ്റ് എടുത്തപ്പോൾ ഇൻഡോ മുളച്ചോനെ മദർ ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയായിട്ട് ട്രൈ ചെയ്ത് നോക്കിയേ. പിന്നെ ഞങ്ങളങ്ങനെ ബൺ മസ്ക് അതൊക്കെ കഴിച്ച് തിരിച്ചു പോകുമ്പോൾ അത്ര മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ, മഴയൊക്കെ തോർന്നിരുന്നു. പക്ഷെ നല്ലൊരു ഫീലായിരുന്നു കേട്ടോ അങ്ങനെ പോയി വന്നപ്പോൾ. അപ്പോൾ നിങ്ങൾ മഴയത്ത് പോയി ക്ലിപ്പിങ്ങൊക്കെ കണ്ടിട്ട് വന്നില്ലേ. അപ്പം അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് നല്ല രസമുണ്ടായിരുന്നു ഇന്നലെ. എന്തായാലും മനസ്സിന് ഭയങ്കര റിലാക്സേഷൻ എന്നല്ലേ. എന്താ വെച്ചാൽ മഴയത്ത് ഇങ്ങനെ പോകുമ്പോഴേ പ്രത്യേകിച്ചൊരു ഫീലായിരുന്നു നമുക്ക്. ഇത് ശരിക്കും പറഞ്ഞെങ്കിൽ പ്രകൃതിത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഒരു സുഖം തരും പറഞ്ഞാൽ കറക്റ്റായിട്ട്. മഴയൊക്കെ നോക്കി ഇങ്ങനെ കാറിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഖമായിരുന്നു ഇന്നലെ. ഇന്നിപ്പോൾ ഇതാ ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോകണം, അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ അതാ ഞാൻ വേഗം കുളിച്ചിട്ടൊക്കെ റെഡിയാകാൻ പോയിട്ട്. അപ്പോൾ നമുക്കൊരു ക്യുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഇരുന്നിട്ടാണ് ഞങ്ങൾ പുറത്ത് പോയെന്ന്. വെള്ളിയാഴ്ച ഇരുന്ന് ജസ്റ്റ് നമുക്ക് നാഷണൽ ഡേ ലീവൊക്കെ ആയിട്ട് അങ്ങനെ വ്യാഴം ലീവ് കിട്ടിയില്ല. പിന്നെ വെള്ളിയും ശനി ഇവിടെ ഓൾറെഡി ലീവാണല്ലോ. അപ്പോൾ അങ്ങനെയല്ലേ മഴയൊക്കെ പെയ്തിട്ടുള്ള സംഗമങ്ങളൊക്കെ കണ്ടത്. എന്താ കാറ്റ് പുറത്തുനിന്ന് പറയും മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ ഷാമ്യക്കടെ ചോദിച്ചു, ഷാമ്യക്കറി ഇന്ന് മഴ അധികമൊന്നും അല്ല, കാറ്റ് അധികമൊന്നും ഇല്ലാന്ന് പറയേണ്ടത്, ഉടുപ്പിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാനൊരു സേഫ്റ്റിക്ക് അടിയിൽ വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് കാറ്റൊക്കെ തണവ് തീരെ പറ്റില്ല, കാറ്റടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സീനാവും. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് പുതിയ ഡ്രസ്സ് ആയിരുന്നിട്ടാ. പിന്നാണെങ്കിൽ ഇത് ഇടാൻ ഒരു ഫീൽ തോന്നി, അപ്പോൾ അങ്ങനെ ഇട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബേസിക്കായിട്ട് ഇതാ കൺസീലറൊക്കെ ഇട്ട് പിന്നെ കണ്ണെഴുതാം. അങ്ങനെ ബേസിക് മേക്കപ്പ് തന്നെയായിട്ട് ഞാൻ പോകുമ്പോൾ ചെയ്യാറില്ല. ഫൗണ്ടേഷൻ അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. എപ്പോഴും ഞാൻ കൺസീലർ കണ്ണിൻ്റെ അടിയിലിരുന്നത് ജസ്റ്റ് ഒന്ന് ഫേസിലും കൂടി ആക്കും. അപ്പോൾ ആ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ എനിക്കെന്തോ ഒന്നും കൂടി ഡാർക്ക് ആവണ പോലെ തോന്നുക. നമ്മൾ ഷെയ്ഡ് എടുക്കാത്തതുകൊണ്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ. എന്ത് ഗ്ലാസ്? പാച്ചിക്ക് ഗ്ലാസ്സിൽ പാച്ചിക്ക് ഗ്ലാസ്. എന്ത് ഗ്ലാസ്സാടാ? പാച്ചിക്ക എന്താ? ഒരു ഡ്രസ്സ് മാറ്റി നടക്കണേ. അപ്പം ഞാൻ പ്ലാസ്റ്റിക് നീളം വെച്ചിട്ടേ
ഇന്ന് കുറച്ച് ബ്ലഷ് ഒക്കെ ഇടാനുള്ള മൂടുണ്ട്. ഇല്ല ഇട്ടിട്ടില്ല, ഞാനും ആദ്യമായിട്ടിരുന്നു. ഓ ഇട്ടുണ്ടോ ഈ തലൊന്നും കാണില്ല. ഇതാണ് എമിൻ ഷാമിൽ മോൻ. എമിൻ ഷാമിൽ മോൻ എവിടെ? കസിൻ പ്രസവിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ അവൻ്റെ ഉപ്പയും ഉമ്മയും മൂത്തുമ്മൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവർ വന്ന സമയത്ത് ഇവർ പ്രസവം പിന്നെ നമുക്കൊക്കെ വൈറൽ ഫീവറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് അവരായിട്ട് പുറത്തു പോക്കൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം നമുക്കൊക്കെ ഓക്കെ എല്ലാം കംപ്ലീറ്റ്ലി ഓക്കെ ആയല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ലീവിൽ അയച്ചിട്ട് എല്ലാവരും കൂടി പുറത്തു. അവൾക്ക് വരാൻ പറ്റില്ലല്ലോ, പ്രസവിച്ച് എടുക്കില്ല, ഒരാഴ്ചയിലായിട്ടുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയൊക്കെ കേട്ടാ. ഹലോ, നമ്മളെവിടെയാണ് ഇപ്പോൾ? ഹോട്ടൽ. എന്തിനാ വന്നിക്കണേ? ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ട് ഫുൾ ഡ്രസ്സ് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഷാമയോട് വീഡിയോ എടുക്കുക പറയുന്നത്. ഈ കളർ എനിക്ക് പൊതുവെ അത്രക്കധികം ഇല്ല. ഷിട്ടപ്പോൾ എനിക്ക് എന്തോ ഫേസിക്ക് നല്ല പോലെ സ്യൂട്ടാവണ പോലെ തോന്നി ഈ കളർ. അപ്പോൾ നമ്മൾ സേവരി റെസ്റ്റോറൻറ്റിലായിട്ട് വന്നിട്ട് മുന്തസയിലുള്ള. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ, ലീവായതുകൊണ്ടോ തോന്നുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടി ഇരുന്നേക്കാം. പക്ഷേ ഞാനില്ലാത്തതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അവൾക്ക് പ്രസവിച്ചെടുക്കല്ലേ. അപ്പോൾ അതിന് പുറത്തിറങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നിട്ട് അവൾക്ക്. അപ്പോൾ പിന്നെ മൂത്തുമ്മയും ചേച്ചു ഞങ്ങളെല്ലാം ഞാൻ ഷാമയെ കൂടി അമ്മയും കാക്കി പിന്നെ നാട്ടിലേക്ക് പോയല്ലോ. ഇന്നലെ അവർ നാട്ടിലേക്ക് പോയായിരുന്നു കേട്ടോ. ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് ഒന്നും പറ്റില്ല. കുറുക്കനാണ്. ചിക്കല്ലേ എമ്മി? ഇവിടുത്തെ ഫിഷ് ബിരിയാണി നല്ല ടേസ്റ്റ് കേട്ടോ. ഐക്കൂറ ബിരിയാണിയാണ് ഇവിടെ മെയിൻ. ഞങ്ങൾ അന്ന് വന്നപ്പോൾ അതിന് തിന്ന്. ഫിഷ് ബിരിയാണിയും ബീഫ് ബിരിയാണിയും അടിപൊളിയായിട്ട് ഇവിടുത്തെ. നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ മുന്തേസയിലുള്ള സേവി റെസ്റ്റോറൻറ്റ് ആട്ടാ. പൈപ്പൂന് ഒരു ചിക്കൻ്റെ തുണ്ടവിടെ കൊടുത്തിട്ടുണ്ട്, അത് പിച്ചിരുന്ന് തിന്നോളും. പിന്നെ നമ്മൾ ഞണ്ട് റോസ്റ്റും പറഞ്ഞിട്ട് എക്സ്ട്രാ മൂത്തമ്മക്ക് എല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ഞണ്ട് റോസ്റ്റും പറഞ്ഞു. ഞണ്ടും അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നേ. സൂപ്പർ ബിരിയാണി. നമ്മൾ തീരെ ഓർഡർ ചെയ്യാത്ത എനിക്ക് ഭയങ്കര വെറൈറ്റി ആയി തോന്നിയ സാധനം ഇതാട്ടെ, കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ഒരു ഡെസേർട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഈ ഗൗൺ എനിക്ക് മീഷോന്ന് വെറും 300 റുപ്പീസിന് കിട്ടിയായിട്ട്. മേടിക്കുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. കളറൊക്കെ ഒന്നും കൂടി നല്ല സ്യൂട്ടാവുണ്ടായിരുന്നു. ഇതിന് വള്ളിയുണ്ട്, പക്ഷെ ഞാൻ വള്ളി കിട്ടിയിട്ടില്ല കേട്ടോ. ഒന്ന് ഫ്രീ ആയിട്ട് കിടന്നോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് ലുസൈലേക്കാട്ടോ. ലുസൈലിന് കുറേ ആയി വന്നേക്കണ്. ഇപ്പോൾ ഇവിടെ അറബ് കപ്പ് കഴിഞ്ഞുകൊണ്ടൊക്കെ എന്തൊക്കെ സ്റ്റോളും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടും അതിൻ്റെ കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലുസൈലിൽ അങ്ങോട്ട് എത്തി കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞപ്പോണ്ടല്ലോ കാറ്റടിച്ചിട്ടേ നല്ല തണവ് തോന്നുക. എനിക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ട് അടിയിൽ ഡ്രസ്സ് ഇട്ടുള്ളൂ, പക്ഷെ കയ്യും കാലും ഉണ്ടല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മരവിക്കണ പോലെ ഫീൽ ചെയ്യുന്നേ. പിന്നെ ലേക്കിൻ്റെ അവിടെ വന്നിന്ന് അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കുമ്പോൾ അങ്ങനെ നമുക്ക്
ആ തണുവിൻ്റെ ഒരു ഇത് തോന്നിയിരുന്നില്ല കേട്ടോ അവിടെ ആസ്വദിച്ചിരിക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ആ ടവറിൻ്റെ അടിയിൽ ഇരുന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയുന്നിട്ട്. അപ്പോൾ ഇരിക്കുമ്പോൾ ഒക്കെ നല്ല കാറ്റുണ്ടായിരുന്നേ. അവരൊക്കെ കൂടി ഇന്നെ ട്രോൾ ചെയ്യുന്നു, നിൻ്റെ യൂട്യൂബിൻ്റെ എന്തോ പറഞ്ഞിട്ട് ഇന്നെ ട്രോളിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പിന്നെ വീഡിയോ മ്യൂട്ടാക്കിയിട്ടാണ്. മൂത്തുമ്മക്ക് തണുത്തിട്ട് മൂത്തുമ്മ സ്വെറ്റർ പോകത്തൊക്കെ ഇട്ട് ഞാൻ ഇട്ടില്ല. ഷാമയൊക്കെ എന്നോട് അധികം തണുവുണ്ടാവില്ല പറഞ്ഞിട്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് കാറ്റടിക്കുമ്പോഴാണ് തോന്നിയത്, അല്ലാണ്ട് ഇങ്ങനെ വല്ലാണ്ട് തോന്നിയിരുന്നില്ല. ആയിബ് നല്ല പോലെ എൻജോയ് ചെയ്ത് അവിടെ ഓടി കളിക്കായിരുന്നു. ഇടയ്ക്കൊക്കെ ഇണെങ്കിലും ഉണ്ടായിരുന്നേ. എങ്ങോട്ട് വരിപ്പോ നല്ല തലടിച്ച് വീണിട്ട് ഞാൻ ഭയങ്കര സ്ട്രോങ്ങാ പറഞ്ഞിട്ടേ ഓവറാക്കാണ്. ഒരു കുഴപ്പമില്ല അവനക്ക്. അങ്ങോട്ടോടെ എന്തുമുട്ടായി രണ്ടെണ്ണായി പോ മെല്ലെ പോണേ, ഉറക്കെ പോയ അത് പറക്കും. മെല്ലെ വാ, മെല്ലെ വാ, മെല്ലെ വാ, മെല്ലെ 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 പോ, മെല്ലെ പോ. അതാ പാന്റിലൊക്കെ വെള്ളായില്ലടാ. കൈമൗട്ടായിപ്പോ മെല്ലെ മെല്ലെ ആക്കിയാ മതി. വെള്ളം 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 കങ്കാരു പോലെ കണ്ട മൊത്തം വെള്ളം നനഞ്ഞിട്ട് ഡ്രസ്സാണ് ഈ കാറിൻ്റെ ഉള്ളിലും. പിന്നെ തണുവല്ലേ, പിന്നെ എങ്ങനെ ചാമക്ക ടീഷർട്ടിൻ്റെ ഉള്ളിൽ കങ്കാരു പോലെ ഇട്ടേക്ക് കേട്ടാ. വാവ അങ്ങനെ കിടന്ന് ഉറങ്ങി, നല്ല ടയേർഡായിണ്ടേനെ. നമ്മൾ ലുസയിൽ നിന്ന് പോരുമ്പോഴാണ് അവിടുത്തെ ഭംഗി നോക്കിയേ. രാത്രിയാണ് ഒന്നുകൂടി രസം. ലൈറ്റൊക്കെ ഇട്ടിട്ട് ബിൽഡിങ്ങൊക്കെ കാണാനേ പ്രത്യേക ഭംഗിയുണ്ടെന്ന്. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ തണുക്കണോട് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂരിയൊക്കെ അരക്കിൽ അങ്ങോട്ട് കയറിയൊക്കെ കേട്ടാ. എന്നിട്ട് ലോഡ് ഫ്രൈസും ചായയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആലോചിക്കായിരുന്നു, കാറ്റടിക്കുമ്പോഴേ നല്ല തണുവുണ്ട്. ഇപ്പം ജനുവരിയൊക്കെ ആകുമ്പോൾ എന്താവും എന്നുള്ളത്. ചിലപ്പോൾ മഴ പെയ്തുകൊണ്ട് എഫക്റ്റ് ആയിട്ടാവും കൂടുതലായിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് 3 വട്ടം ലോഡ് ഫ്രൈസ് കഴിച്ച്. അതിൽ ഏറ്റവും ബെസ്റ്റ് ലോഡ് ഫ്രൈസ് ഇതാ പറയട്ടെ. നാട്ടിലത്തെ ഏകദേശം കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളിയാണ്. ബാക്കിയൊന്നും എനിക്ക് അത്ര കണ്ട് സൂപ്പറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നല്ലപോലെ നാട്ടിലത്തെ ആ ഒരു റിസംബിൾനെസ് വരുന്ന നല്ല ടേസ്റ്റിന്. പിന്നെ അവിടുത്തെ സമൂസ നന്നായിട്ടുണ്ടായിട്ട്. സമൂസ നമ്മൾ ഓർഡർ ചെയ്ത്, എനിക്ക് പിന്നെ ബ്ലാക്ക് ടീ ആയിരുന്നു, അവർക്കൊക്കെ കറക്കായിരുന്നു. എനിക്ക് ഇത് ഇഷ്ടമല്ല, ഞാൻ പാൽ ചായ അങ്ങനെ കുടിക്കില്ല. പാലിൻ്റെ ആകെ സംഭവങ്ങൾ ഞാൻ കോഫി മാത്രമാണ് അങ്ങനെ കുടിക്കുക. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് കഴിക്കട്ടെ. ബാക്കിൽ ചെയർ പോലത്തെ സ്ഥലം ഉണ്ടായിരുന്നു, അവിടെയൊക്കെ കാറ്റൊക്കെ അടിച്ചിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതായി പോവുകയാണെങ്കിൽ നല്ല സുഖം, നല്ല ഉറക്കത്തിലായിപ്പോയി. പിന്നെ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ നേരെ ഷാനയുടെ അടുക്ക് പോയി അവിടെ നിന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചാൽ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇതാ പിറ്റേ ദിവസം നൈറ്റ് ഞാൻ ഐഡിയ സ്റ്റാർസിനൊക്കെ കണ്ടിരിക്കേട്ടാ ശനിയാഴ്ചയെ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിരുന്നു, ഔട്ട്ഡോർ കൊടുക്കാൻ മറന്നല്ലോ വിചാരിച്ചിട്ട്. ഇന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തു പോകാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. എന്താ ഇഷ്ടം? ആര് വെയിറ്റ് ചെയ്തിക്കണേ? പപ്പ എങ്ങനെ പോയി? രാജപ്പനെ കാണാനാ? പപ്പ എന്താ വരാത്തല്ലേ? ശ്യാമക്കനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ പുറത്ത് നിൽക്കുക. കാറ്റിൻ്റെ ഞാൻ ഇതിട്ടോണ്ട് വലിയ കുഴപ്പമില്ലേക്ക്, അല്ലെങ്കിൽ പെട്ടായിരുന്നു. ഞങ്ങൾ ഇപ്രാവശ്യം എന്താ 3 ദിവസം അടുപ്പിച്ച് ഫുഡ്. മിഞ്ഞാന്ന്, ഇന്നലെ, ഇന്നിപ്പോതാ ആദ്യമായിട്ട് ഇങ്ങനെ ആഴ്ചയിൽ 2 ദിവസമൊക്കെ കഴിച്ചിട്ട് അടുപ്പിച്ചിട്ട് 3 ദിവസമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് എരിവുള്ള ഫ്രഞ്ച് ഫ്രൈസ് വേണം. KFC തിന്നും തോന്നുന്നില്ല. എരിവുള്ള ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഡേറ്റ് പിടിച്ച്. നമുക്കിങ്ങനെ എന്തെങ്കിലും തണവൊക്കെ ആകുമ്പോഴേ എന്തെങ്കിലും എരിവുള്ളൊക്കെ ഇങ്ങനത്തെ തിന്നാൻ തോന്നില്ല. പിന്നെ ആ താപ്പിൽ പോവാണ്. അപ്പം എന്തായാലും ഡാഡി എന്താ ചെയ്യണേ? അവൻ ചെയ്യണേ കാണിച്ചു തരാം. അയ്യോ വീഴോ? എന്ത് വീഴില്ലാത്ത? വീണ നല്ല രസമുണ്ടാവും കേട്ടോ. വീഴോട് പപ്പ വരുവോടോ നിങ്ങക്ക്? എന്തി പറക്കണേ? തലയെക്കൂടെ ഇടത്, തലയെക്കൂടെ ഇട്. എന്നെ സമ്മതിച്ചു ഞാൻ.
നല്ല കാറ്റുണ്ട് കാറ്റുണ്ട് കാറ്റുണ്ട്. പൊരിയൻ 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 പൊരിയനാണ് പൊരിയൻ പൊരിയൻ വാസു നോക്കണം അവന്റെ പരിപാടി. അയ്യോ 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 ചിതറിഞ്ഞില്ലേ ഡാഡാ പൊതിക്കടാ. എന്തിനാണ് ഇത് തിന്നാൻ മാത്രം ഇങ്ങോട്ട് വന്നു? ചിക്കൻ തിന്നൂലേ? ചിക്കൻ തിന്നണട്ട് അതിനുള്ള ഫ്രഞ്ച് ഫ്രൈസ് മാത്രല്ല. ഞങ്ങളങ്ങനെ പൊതുവേ പോയി കഴിക്കാത്തൊരു സാധനമായിട്ട് ബർഗർ പുറത്തുനിന്ന് അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ കോംബോ കണ്ടപ്പോൾ അത് മേടിച്ചാട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് നിന്നിട്ട് ഇവിടുത്തെ ഇങ്ങനെ ഫ്രൈഡ് ചിക്കൻ്റെ ഉള്ളി വെച്ചിട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ നിന്നൊക്കെ കഴിക്കാറുണ്ട്. മറ്റേ ബർഗർ എനിക്ക് വലിയ ഇഷ്ടമല്ല, നോർമൽ പുറത്ത് കഴിക്കുന്നത്. കടിക്കണ കുട്ടി അയ്യോ എന്ത് തിന്നേ അയ്യോ. ഷാമക്കനെ വെറുതെ വെറുപ്പിച്ചുകൊണ്ടിരിക്കേട്ടാ. KFC പറഞ്ഞിട്ട് പോയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് മൊത്തം തിന്ന്. KFC ഒരു തുണ്ട മാത്രം, വേറെ ഒന്നും തിന്നില്ല. എന്തിനു കടിക്കണേ അയ്യോ എന്താ തിന്നേ എന്താ തിന്നേ അങ്ങനെ എന്റെ വീട്ടിലേക്ക് പോവാണ്. വീടിന്റെ അവിടെ എത്തി. എന്തൊരു കാറ്റ് അതിന്റെ മുഖണ്ടല്ലേ, നല്ല കാറ്റുണ്ട്. ഞങ്ങള് വീടിന്റെ അവിടേക്ക് എത്തിയിട്ട് എന്തൊരു കാറ്റാ നോക്ക്. അയ്യോ അയ്യോ ഇത് ഇട്ടോണ്ടാട്ടോ. ഇപ്പോഴേ ഇങ്ങനെ ജനുവരിലൊക്കെ എന്താവും വയ്യ. എൻ്റെ ഐബുവിന്റെ വീഡിയോ കണ്ടില്ല, ഇപ്പൊ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കണേ. അപ്പൊ അങ്ങനെ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. നിങ്ങൾക്ക് വ്ളോഗൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് അറിയിക്കുക. ബൈ.